കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമെങ്കിൽ അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷനാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. 2 പൈൽ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. ഓക്കെ, പൈൽ നമ്പർ 1 ആർക്ക് 2-3 കാർഡ് വെച്ചേ എടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ, കാരണം ഷോർട്ട്സ് ആയതുകൊണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വീൽ. ഓക്കെ, ഇനി ഡെക്ക് നമ്പർ 2 ആർക്ക് 4 കാർഡും ബോട്ടം ഓഫ് ദി ഡെക്ക് സ്റ്റാർ. Sun, Emperor, King of Pentacles, 4 of Swords. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു എംപറർ എനർജിയിലുള്ള വ്യക്തിയായിരിക്കണം, എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം കേട്ടോ. 4 പേർക്ക് ഇവരെ അറിയാം. ഇവരുടെ നിങ്ങളുടെ ഇടയിൽ ഒന്നുകിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പ്രബലമായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ളതായിട്ട് കാണുന്നു. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലി സംബന്ധമായിട്ടായാലും നിങ്ങൾ ജോലി സംബന്ധമായി കണക്റ്റഡായ ആൾക്കാരും ആയിരിക്കാം. ഓക്കെ, ഇവരുടെ വീട്ടിലുള്ള മൂത്ത മകൻ, മകൾ, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം. ഓക്കെ, ഈ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാതെ മാറി നിൽക്കുകയായിരിക്കാം. പക്ഷെ അവർക്ക് സ്ട്രെസ്സാണ്, നിങ്ങളെ വിട്ടു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. റെസ്പോൺസിബിലിറ്റി, ഈ പറഞ്ഞ ഡിഫറൻസസ് അങ്ങനെയൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ചാലും അവർക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വെളിച്ചമാണ്, നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ വരുന്നതായി കാണുന്നു. ഇങ്ങനത്തെ ചിന്തകളിൽപ്പെട്ട് അവർ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സംശയം മാറി നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പൈൽ നമ്പർ 2 ആണ്. പൈൽ നമ്പർ 2, 6 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്, 8 ഓഫ് സ്വാർഡ്സ്. ഇവിടെയും അത് തന്നെയാണ്, നിങ്ങൾ അവരുടെ ലക്കി ചാമാണെന്ന് അവർ കരുതുന്നു. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ ഓൾറെഡി അവരുടെ പാർട്ട്ണറാണ് എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. 8 ഓഫ് സ്വാർഡ്സ് വെച്ച് ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ അവർ ഇരിക്കുകയായിരിക്കാം ഇപ്പോൾ. പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങൾ അവരുടെ താരമാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായും നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരുന്നതാണ്. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായും നിങ്ങളെ അവരുടെ പാർട്ട്ണറുടെ സ്ഥാനത്ത് ഓൾറെഡി കാണാൻ ശ്രമിക്കുന്നതായും കാണുന്നു കേട്ടോ. ഇമോഷണലി ഇവർ നിങ്ങളുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളെ പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ഒട്ടും സന്തോഷമില്ല എന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞു.